കോഫി ഷുഗർ ഒക്കെ ഉണ്ട് കേട്ടോ. ഷോർട്ടാ. നമ്മളിപ്പോ എവിടെ? നമ്മളൊരു ഫാം ഹൗസിലാണ്. ഈ ഫാം ഹൗസ് കേട്ടില്ലല്ലോ. നമ്മളിപ്പോ ഒരു ഫാം ഹൗസിലാണ്. സ്ഥലം എനിക്ക് കറക്റ്റ് സ്ഥലം ഒന്നും അറിയില്ല. നമ്മളിപ്പോ വന്നതേ ഉള്ളൂ. ഇന്ന് ശനിയാഴ്ച 3 മണിക്ക് ഇവിടെ ചെക്ക് ഇൻ ചെയ്തു. നാളെ 3 മണിയാകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോണതെല്ലാം ഫാം ഹൗസ് കാഴ്ചകളായിരിക്കും. കാണിച്ചു തരാം, എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം അല്ലേ. ബാക്കി കാണുന്നതാണ് ഫാം ഹൗസ് അല്ലേ. ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളെ കൂടെ ഉള്ളവർക്കൊക്കെ ഇതിനു മുമ്പും അവർ വരാറുണ്ട്. ജസ്റ്റ് ഒരു എന്താ ഈ വർക്ക് പ്രഷറിന്റെ ഇടയിൽ നിന്നൊക്കെ ഒരു മോചനം അല്ലേ അല്ലേ. അതെ, കേറാം. വലതുകാലം വെച്ച് കേറാം ചേട്ടാ. ഇതാണ് എൻട്രി. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം അല്ലേ. ഫുൾ മലയാണ്. സ്കൈ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫുൾ മലനിരകളിലെ ഇടയിൽ. ഇത് നമ്മുടെ റൂം. അത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എത്ര പേരുണ്ട് മൊത്തത്തിൽ? 20 പേരുണ്ട് കേട്ടോ. ഇത്രയും ആൾക്കാർ വരുമ്പോഴാണ് രസം വരുന്നത്. ഇവിടെ ഒരു പട്ടിയുണ്ട്. അടുത്തോട്ട് പോയാൽ ചിലപ്പോൾ അവൻ കുരയ്ക്കും. മറ്റേ CID മ്യൂസിയത്തിലെ പട്ടിയെ പോലെ അല്ലേ, അർജുൻ. നമുക്ക് പേരിടാം ഇവൻ അർജുൻ എന്ന്. ഇപ്പൊ കുരയ്ക്കുന്നില്ല. നമ്മൾ വന്നപ്പോൾ ഭയങ്കര കുരയായിരുന്നു. നമുക്ക് ആദ്യം റൂമൊക്കെ കാണുന്നതിന് മുന്നേ ഇവിടുത്തെ കുറച്ച് കൃഷികൾ കാണാം അല്ലേ. ഇത് അരയന്നാണോ കോഴിയല്ലേ? ഇവിടെ ആടൊക്കെ ഉണ്ട്. അതിന്റെ ബേക്ക് സൈഡിലോട്ട് പോവാം. നമുക്ക് ബേക്ക് സൈഡിൽ പോയി കാണാം. നമ്മൾ വന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളെ കൂടെ തന്നെ നമ്മൾ കാണുവാണല്ലേ. ഇവിടെ നമുക്ക് ഇരിക്കാം. രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ വരുമായിരിക്കും. അല്ലെങ്കിൽ വല്ല ടോർച്ചും വെച്ചിരിക്കണം. മുരിങ്ങയില അല്ലേ ഇത്? നാട്ടിലെ മുരിങ്ങയില. ഇത് പറിച്ചോണ്ട് തോരൻ വെച്ചാലോ? ഇവിടെ നിന്നൊക്കെ അതെന്താ അഭിച്ചന് രാത്രി ബോധം കാണൂലെന്നാണോ അതിന്റെ അർത്ഥം? ഇവിടെ ഒരു ബാർ കൗണ്ടർ ഉണ്ട് കേട്ടോ. ഇതാണ് ബാർ കൗണ്ടർ. നിങ്ങൾക്ക് ചില്ലടിച്ചടിച്ച് പുസ് മലയാളി ആവണമെങ്കിൽ ഇത് ഹാങ്ങിങ് സ്റ്റോൺ ആണ്. നല്ല രസമുണ്ട്. പക്ഷെ ഇത് രസമുണ്ട് കാണാൻ. അതിനവിടെ ചെറിയ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഫുൾ കടലാസ് ചെടികളാണല്ലേ ഇവിടെ. ഫുൾ കടലാസ് ചെടികൾ. ഇത് വേറൊരു സെറ്റപ്പ്. ഇത് ബാർ കൗണ്ടർ. ഇവിടെ നമുക്ക് നിൽക്കാം. ചേട്ടാ അവിടെ ചെന്നില്ലേ? ഞാൻ വന്നിട്ട് പറയുവാണ്. ഉണ്ടോ? ശരി. ഇവിടെ ബാർബിക്യൂ ചെയ്യാം. ഇവിടെയും ബാർബിക്യൂ ചെയ്യാം. ഫാം ഹൗസ് ആണല്ലോ. പിന്നെ ജീപ്പൊക്കെ കാണാം. ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, ബാത്റൂം ഉണ്ട്. അത് കൊള്ളാം അല്ലേ ബാത്റൂം. അത് ലോക്ക് ചെയ്ത് വെച്ചേക്കാം. അല്ല പക്ഷെ അതൊന്നും കാര്യമായി. കാരണം ഇവിടെ വന്ന് ഇനി വാഷ്റൂമിൽ പോകണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അവിടെ കയറിയാൽ ഇത് നോക്ക്. കറ്റാർ വാഴയുണ്ട്. പിന്നെ എന്താ ഉള്ളത്? നല്ല കടലാസ്, നല്ല കളർ കേട്ടോ. ഇതിന്റെ കളർ കൊള്ളാല്ലേ. നല്ല വൈബിങ് സ്പോട്ട് ഉണ്ട് കേട്ടോ. ഫുൾ കടലാസ് ചെടിയാണ് നമ്മൾ നടന്നു പോകുന്ന സൈഡിൽ. പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ എന്തൊക്കെയോ വെള്ളം വീഴുന്ന സംഭവമാണ്. പക്ഷെ അവിടെ വെള്ളം വീഴുന്നില്ല തൽക്കാലം. ചെറിയ ചെറിയ കൃഷികൾ ചെയ്തിട്ടുണ്ട്. ഇത് എന്താണെന്ന് അറിയില്ല. വഴുതനങ്ങയോ? ഇത് വഴുതനങ്ങയാ. അത് വഴുതനങ്ങ. ഏതെങ്കിലും ഉറപ്പിച്ചു പറയാം. ഇത് മറ്റേ കോളിഫ്ലവർ ആണോ? അറിയില്ല. ഇവിടെ എന്തൊക്കെയോ. ഇത് ഇഞ്ചി അല്ലേ? ചവിട്ടല്ലേ? കഷ്ടപ്പെട്ടു. പഴയ ഒരു ജീപ്പൊക്കെ അവിടെ കിടപ്പുണ്ട്. അത് നശിച്ചു പോയി. പണ്ടത്തെ ആയിരിക്കും. അത് തുരുമ്പെടുത്ത് കിടക്കുന്നു.
ജീപ്പിൽ കയറാൻ വന്ന നിവിക്കുട്ടൻ. പക്ഷെ കയറ്റാൻ പറ്റില്ല, തുരുമ്പാണ്. എനിക്ക് ഈ നടന്നു പോണ പാത്ത് ഇഷ്ടപ്പെട്ട്. ഒരു സ്പേസ് രസമുണ്ട്. ഇതും എന്താ സെറ്റപ്പ്? ഇവിടെ നമുക്ക് ഇത് ബാർ കൗണ്ടർ ആണോ? ഇത് ബാർ കൗണ്ടർ, കെറ്റില്, ഗ്ലാസ്. ഇവിടെ കോഫി ഷുഗർ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒന്നുമില്ല, നമ്മൾ ഇട്ട് വെക്കണം കോഫി ഷുഗർ. എന്താണെന്നറിയില്ല. ക്രിസ്മസ് ഇത് സംഭവം കൊള്ളാം. ക്യാൻഡിലാണ്, ക്യാൻഡിൽ കത്തിക്കാനുള്ളത്. ഇവിടെ നമുക്ക് കെറ്റിലുണ്ട്, ഗ്ലാസ് ഉണ്ട്. ഇത് ബാർ കൗണ്ടറാണ്. നല്ല ചെടി. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, അലങ്കാര വസ്തുക്കൾ. പിന്നെ ഇവിടെ വാഷ്റൂമുണ്ട്. ഇവിടെ ഒരു വാഷ്റൂമുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് വന്ന് നാളെ പോകും. അതുകൊണ്ട് നമുക്ക് ഇത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലേ? എന്താ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും. ഇപ്പൊ നൈറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങ് വരുമോ? അങ്ങോട്ടായിരിക്കും പോണം, അറിയാൻ വയ്യ. ഫുൾ കടലാസ് ചെടിയാണ് കേട്ടോ, അതാണ് ഭംഗി. അവിടെ ഒരു കുട്ടികളുടെ പാർക്കുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പിള്ളേർ ഒരുപാടുണ്ടല്ലേ, അവർക്ക് കളിക്കാനായിട്ടുള്ള ആയിക്കഴിഞ്ഞു സ്പോട്ടുകൾ. അടുത്ത സ്ഥലം ഇതടുത്ത്. ചെരുപ്പൂരുണ്ടല്ലോ. ഇതെന്താ അമ്പലോ? ചെരുപ്പൂരുണ്ടാ. അടുത്ത സ്ഥലം. ഇവിടെ ഇരിക്കാം, ചില്ലടിക്കാം, വൈബടിക്കാം. ഇവിടുത്തെ സോഫ ഇതൊക്കെ വൃത്തിയാക്കുമായിരിക്കും അവര്, വാഷ് ചെയ്യുമായിരിക്കുമോ? അടിപൊളിയല്ലേ, രസമുണ്ട്. പക്ഷെ തണുപ്പായിരിക്കും നല്ല. അവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കുറേ സിറ്റിംഗ് ഏരിയകളുണ്ടല്ലേ, നല്ല രസമുണ്ട്. പണ്ടത്തെ ഒരു അല്ലേ, ഇതെന്താ സംഭവം? ഇതെന്താ ഇല്ലയാ? പില്ലല്ലേ? അത് ഓല, മറ്റേ ഈത്തപ്പഴം. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഭയങ്കര ഒരു ക്യൂട്ട് സംഭവം കണ്ട്. കൊള്ളാല്ലേ ഇത്? നല്ല രസമുണ്ട് കാണാൻ. അറിയില്ല, ഉരുളത്തില്ല, അതൊരു ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നേ. ഇതാണ് പൂള്. നമുക്കിവിടെ പൂളുണ്ട്. ഇതാണ് നമ്മുടെ റൂം. ഇനി ബെഡ്റൂമിലോട്ട് പോവാം നമുക്ക്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ആരുമില്ല, അപ്പം നമുക്ക് കയറാം. ഞാനില്ലേ റൂം ടൂറൊക്കെ കാണിക്കത്തില്ലേ, അതുപോലെ ഉണ്ട്. എൻ്റെ താര് കയറി വരുമ്പോൾ തന്നെ 3 കുടം ഉണ്ട്. എടുത്തോണ്ട് പോവരുതെന്നേ ഉള്ളു. ചെറിയൊരു ലിവിങ് സ്പേസ് ഉണ്ടല്ലേ, ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് ഇവിടെ. ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു ലിവിങ് സ്പേസ് ഉണ്ട്, വലിയൊരു TV ഉണ്ട്. അത്യാവശ്യം നല്ല വലുപ്പവും നീറ്റൊക്കെ ആയിട്ടുള്ള കിച്ചൺ. നമുക്കൊരു ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിലെല്ലാം ഉണ്ടോ ചേട്ടാ? നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ, ഗ്രില്ലടിക്കാനുള്ളത്. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന്, സ്നാക്സ് ഒക്കെ കൊണ്ടുവരിക. ഇവിടെ കുറച്ച് ജഗ്, കെറ്റില്, ഓവൻ,
അത്യാവശ്യം വേണ്ട കുറച്ച് പാത്രങ്ങളുണ്ട് അല്ലേ? ഗ്രില്ലിനുള്ള സാധനങ്ങള്, ഗ്ലാസ്സുകളുണ്ട്. ഗ്ലാസ് ഒക്കെ ഉണ്ട്. പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇതൊക്കെ പ്രവർത്തിക്കുമെന്തോ. ചെറിയ നിങ്ങൾക്ക് മറ്റേ ഷോർട്ടാ, എനിക്കറിയില്ല ഇതിന്റെ ഇതൊന്നും. ഷോർട്ട് അടിക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുറേ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്നാക്സ് കൊണ്ടുവരിക അല്ലേ? കപ്പ്, ഗ്ലാസ്, പ്ലേറ്റ്, ടിഷ്യൂ ബോക്സ്. നിങ്ങൾക്ക് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരിക. മെയിൻ തിങ് വെള്ളം കൊണ്ടുവരിക, ഡിസ്പെൻസറും കൊണ്ടുവരിക. യെസ്. ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഉണ്ട്, സ്ഥലമുണ്ട്, ഫുഡ് കഴിക്കാം. AC ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ AC-ന്റെ ആവശ്യമേ വരുന്നില്ല. AC-ന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഇത് നമ്മുടെ ഷാർജ അത് ലൊക്കേഷൻ പറഞ്ഞു ഒരു 100-120 കിലോമീറ്ററിനകത്ത് വരും. ഓക്കെ, 100-120 കിലോമീറ്റർ ഷാർജ നിന്ന് ദുബൈയിൽ നിന്ന് വരും. ഷാർജയിൽ നിന്നാണെങ്കിൽ 90 കിലോമീറ്റർ, ദുബൈയിൽ നിന്നാണെങ്കിൽ 120 കിലോമീറ്റർ. ഇതിന്റെ റേറ്റ്സ് എന്ന് പറയുന്നത് 2500 ദിർഹംസ് ആണ്. അതിൽ കൂടുതൽ ഓരോ ഹെഡിന് 100 രൂപ വെച്ച് വാങ്ങും. 25 പേര് വരെ അവർ അക്കോമഡേറ്റ് ചെയ്യും. 25 പേർക്കുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ. കൂടുതൽ ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇത് ചെയ്യാൻ കഴിയാനുള്ള സ്ഥലമുണ്ട്. അപ്പം പക്ഷെ 25 മേളിൽ വരുന്ന ഓരോ ആളിനും 100 പെർ ഹെഡ്, ടോട്ടൽ 2500. 25 പേർക്ക് സെറ്റപ്പാണ്. ഹലോ, ബോച്ചുള്ള റെഡിയാണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. മേടയിൽ പടക്കത്തിൽ മേടയിൽ 39 വയസ്സ്. എല്ലാവരും റെഡിയാണോ? സുവിനെ DJ നിനക്കതാണ് താല്പര്യം, നമുക്കറിയാം. നിനക്ക് എടാ നീ കൊല്ലത്ത് ചവറയുള്ള സന്നിധിയാണല്ലോടാ. അക്കൗണ്ട് ഡീറ്റെയിൽ കാണിക്കണം, എത്ര വന്നു, അത് പ്രോഫിറ്റ് കിട്ടുക. ശരി, ഉറപ്പായിട്ട് ശരി. ഇതേപോലെ ഒരു പാർട്ടി ഇത് അമില് ചിന്തു അമിലും അതുപോലെ ഷെൽഫ് നിറയണം. അതുപോലെ ഷെൽഫ് ഏകദേശം അല്ല, അതിനേക്കായി കൂടുതൽ, അതുക്കും മേലെ അല്ലേ? കുരവ കുഴല് തന്തനതനം പാട്ടി വാ പടക്ക് തുഴഞ്ഞ് പടക മടിച്ച് പാണ്ടിയെ പട കേറി
ക്യാമ്പ് ഫയർ എവിടെ കത്തിക്കണ? ക്യാമ്പ് ഫയർ അവിടെ അവിടെ ഇപ്പൊ സെറ്റ് എവിടെ? ലൈറ്റ് ഇട്ടിരിക്കുന്നില്ല 10 മിനിറ്റിനുള്ളിൽ. ഈ മൂലക്കാ? അല്ല, ആ ഇരിക്കുന്ന സ്ഥലമില്ലേ? ഓ അവിടെ. ഓ ശരി ശരി ശരി. എന്റെ പൊന്നിയേട്ടാ എനിക്ക് പേടിയാണ്. അയ്യോ ഇങ്ങോട്ട് വാ. പക്ഷെ കുറച്ച് ഇണക്കം ഉള്ളത് പോലെ ഉണ്ട്. ആ ട്രെയിനിന്റെ ബാവാ എന്നാലും പേര് അങ്ങോട്ട് പോണ്ട. പൊന്നിയേട്ടാ ഒന്നും ചെയ്യത്തില്ല അത് ബാവാ അടുത്ത് പോയി കടി മേടിച്ചു കഴിഞ്ഞാ യോ യോ യോ. മോനെ വാലാട്ടുന്നുണ്ടോ? മാറൊന്നും കാണുന്നില്ല. ശരി അവൻ ഒന്നും ചെയ്യത്തില്ല. മതി കേട്ടോ, മതി വേണ്ട, കേട്ടോ. മുറുവാണ്, അടുത്തോട്ട് പോകണ്ട, മുറുവാണ്. അടുത്തോട്ട് പോകണ്ട. അതിന്റെ ചെയിന്റെ ലെങ്ത് നമുക്ക് അറിഞ്ഞൂടാ. അത് ചാടി ഒരു കടി. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. കൈ, കൈ. എന്റെ പൊന്നിയേട്ടാ. ഇവിടെയാണോ ഇടുന്നേ? ഇവിടെയാണ്. ഇത് ജെല്ലും ഇത് ലൈറ്ററും. ಸ್ವಲ್ಪ ಮ್ಯೂಸಿಕ್ ಕೇಳ್ಕ. ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പൂങ്കരളല്ലേ കൂടെ കളിക്കാൻ വാ. ഞാൻ റെഡിയാ, ഞാൻ വന്നാ മതിയാ. ഇഷ്ടമാണോ സിനിമ പാട്ടാ അത്. കല്യാണം സിനിമയിൽ പാടിയിട്ടുണ്ട്. സിനിമയ്ക്കകത്ത് പാടിയിട്ടുണ്ട്. അപ്പൊ സിനിമ പാട്ട് ഇതിലൊഴിച്ചു